ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്നതിൻ്റെ സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ നിവിൻ്റെ അമ്മ രാജേശ്വരിയും കൂടി സംസാരിക്കുന്നതാണ്. രാജേശ്വരി നിവിന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് കാവേരിയുടെ കൂടെ നടക്കുന്നതിൻ്റെയൊക്കെ പേരിൽ. അപ്പോൾ പറയുകയാണ് രാജേശ്വരി ഒരു അന്ത്യശാസനം എന്ന നിലയിൽ, നീ എന്തായാലും ഇവിടെ നിൽക്കണ്ട, എനിക്കിവിടെ നിന്റെ കയ്യാളായിട്ടൊന്നും ആവശ്യമില്ല, എനിക്കിവിടെ സഹായിക്കാൻ മറ്റുള്ളവരുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ നിവിൻ ചോദിക്കുന്നുണ്ട് എവിടേക്ക് എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്ന സമയം, തിരുവനന്തപുരത്തേക്ക്, നീ അവിടെ പോയി പഠിച്ചോ, അവിടെ നിനക്ക് എന്ത് കോഴ്സാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് തന്നെ നീ ചെയ്തോ എന്ന് പറയുകയാണ്. അപ്പം നിവിൻ പറയുന്നുണ്ട് വേണ്ട, എനിക്ക് വേണ്ട, കാരണം ഇപ്പോൾ നിങ്ങൾ പൈസ ചെലവാക്കും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിന് കണക്കും പറയും, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം നീ ഇവിടെ നിൽക്കണ്ട എന്ന് വീണ്ടും പറയുകയാണ്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവരുമായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട എന്ന്. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ ബുദ്ധിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ ആ ജയബാലൻ്റെ അയാൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ ജയബാലേട്ടനെ കുറ്റം പറയണ്ട, ജയബാലനുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. ജയബാലേട്ടന് പല കാര്യങ്ങളും അറിയാമായിരുന്നു, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ രാജേശ്വരി പറയുകയാണ്. ആൾക്ക് എന്തറിയാന്ന്, ആൾക്കൊന്നും അറിയില്ല, അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞിരിക്കണ്ട. അപ്പോൾ നീ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജയബാലേട്ടൻ്റെ മോളുമായിട്ടുള്ള വിവാഹത്തിന്, അവളുമായിട്ടുള്ള വിവാഹത്തിന് ഏട്ടൻ സമ്മതിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിന് ആർക്ക് വേണം അവളെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആര് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പം നീ അതിനെപ്പറ്റിയൊന്നും പറയണ്ട എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഇഷ്ടമാണ് വലുത്, എനിക്കിഷ്ടമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കും, അതുകൊണ്ട് എന്നെ ഒരാളും തടയാൻ നിൽക്കണ്ട, എന്നൊരാളും ഇതാക്കാനും നിൽക്കണ്ട. നിങ്ങൾ ചേട്ടനും അനിയത്തിയും സ്നേഹം കൂടുമ്പോൾ അങ്ങോട്ട് ചാടാൻ ഇങ്ങോട്ട് ചാടാൻ ഇത് ഞാനാരാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിവിൻ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും നമ്മൾ രാവിലെ ഈ പറയുന്ന സ്നേഹതീരത്ത് അവള് വിനീത് അങ്ങനെ പുറത്ത് ഫോണിൽ മാറി നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് ഗംഗ വരുന്നുണ്ട്. അപ്പോൾ ഗംഗയെ കാണുന്ന വഴിക്ക് വിനീത് പറയുന്നുണ്ട്, ഇപ്പം വരാൻ പറ്റില്ല അമ്മ, ഇവിടെ അതിനേക്കാളേറെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ദേ ഗംഗ വന്നു എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോണ് പോക്കറ്റിലേക്ക് ഇടുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗംഗ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ വിനീതേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ? അപ്പം ഇങ്ങനെ വിനീത് ചുറ്റും നോക്കിയിട്ട് എവിടെ, ഞാൻ ആരെയും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോണിൽ ആരാന്നാ ചോദിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഓ അത് ഫോണോ, ഇവിടെ ഫോൺ എന്ന് ചോദിക്കുകയാണ്. എന്താ ഞാനായിട്ട് എടുക്കണോ അല്ലെങ്കിൽ വിനീതേട്ടൻ എടുക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട ഗംഗ, എനിക്ക് എടുക്കാവുന്ന വെയിറ്റേ ഉള്ളൂ എന്നിങ്ങനെ വിനീത് പറയുകയാണ്. ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഒന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ആ സമയം അതെ വിനീതേട്ടൻ ഇപ്പോൾ ഇവിടെയൊന്നുമല്ല, ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് വിനീതേട്ട തമാശ കളിക്കാതെ എനിക്ക് ആ ഫോൺ ഇങ്ങോട്ട് താഴ്ന്ന് പറയുന്നുണ്ട്. അപ്പം ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, അത് വേണ്ട ഗംഗ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം വിനീതേട്ടൻ അവനുമായിട്ടുള്ള ആ നിവിനുമായിട്ടുള്ള കൂട്ട് നിർത്തിക്കോ, കാരണം അവൻ വിനീതേട്ടൻ്റെ കൂടെ വന്ന് കണ്ടില്ല ഇവിടെയുള്ള പെൺകുട്ടികളൊക്കെ അവൻ്റെ അമ്മേനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. അവനെ ജീവിതത്തിൽ കയറിപ്പറ്റാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അനാവശ്യങ്ങളാണ് അവരിവിടെ വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിനീത് പറയാണ്, ഇല്ല ഗംഗെ, ഞാൻ അവനുമായിട്ടൊന്നും കൂട്ടില്ല. അല്ല എന്തിനാണ് ഇടക്കിടക്ക് ഭാര്യ, അപ്പം ഭാര്യയായിട്ടൊക്കെ നമ്മുടെ നിവിനെ പറയുകയാണ് ഗംഗ. അപ്പോൾ വിനീത് പറയുന്നുണ്ട് എന്തൊക്കെയാ ഗംഗ നീ പറയുന്നു എന്ന് ചോദിക്കാം. വിനീതേട്ടൻ ആ ഫോണിങ് തന്നെ എന്ന് പറയുമ്പോൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് പിടിക്കുകയാണ്. അപ്പം അങ്ങനെ അവനെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങോട്ട് താ വിനീതേട്ട എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്നും അവൾ ഫോൺ അങ്ങ് തട്ടിപ്പറിക്കണം. ആ സമയത്താണ് നീള അവിടേക്ക് വരുന്നത്. നീള അത് കാണുന്നുണ്ട്. ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ രംഗാണ് കാണുന്നത്. പെട്ടെന്ന് അയ്യേ എന്ന് പറഞ്ഞ നീള അകത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ വിനീത് പെട്ടെന്ന് നിളയെ കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗംഗ വിനീതിൻ്റെ കയ്യിലെ ഫോൺ തട്ടിപ്പറിക്കുന്നുണ്ട്. അപ്പോൾ നീള എന്ന് പറയണം. എവിടെ നീള എന്ന് ചോദിക്കുന്നുണ്ട്. നീള കണ്ടു നമ്മളെ, അതിനെന്താ കണ്ടാല്, അല്ല നീ ഇങ്ങനെ നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ് കണ്ടത്, അതിനെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം ആ ഫോൺ എടുത്തിട്ട് അവളെ നോക്കുകയാണ്. ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് വിനീതേട്ടൻ അമ്മയെ വിളിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ. അപ്പം എന്താ വിനീതേട്ടൻ അത് പറയാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ അമ്മ വിളിച്ചത് എന്ന് സുജാതമായി എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, ദാസേട്ടനും ഗീതേച്ചി അവിടെ വന്നിട്ടുണ്ട്, വീണ്ടും പൈസയ്ക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട് ആണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വരില്ലെന്ന് പറഞ്ഞു, എന്താ ചെയ്യാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട് വിനീതേട്ടനായിട്ട് എന്തായാലും അങ്ങോട്ട് പോകില്ല, പോകുന്നെങ്കിൽ നമുക്ക് രണ്ടാക്കും തന്നെ പോകാം, വേഗം റെഡിയാവാമെന്ന് പറയുമ്പോൾ നമ്മുടെ വിനീതിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഗംഗയുടെ കൈകൾ ചേർത്ത് പിടിച്ച് അവൻ അങ്ങനെ സന്തോഷം ചിരിച്ചങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത്
നമ്മുടെ നിവിനെ തന്നെയാണ്. നിവിനാണെങ്കിൽ കാവേരി ടൂ വീലറിൽ പോവുകയാണ്. നിവിൻ കൂടെ പുറകെ തന്നെ ഉണ്ട്. കാവേരി നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടെ പിടിക്കുകയാണ്. അങ്ങനെ അവളെ ഓവർടേക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. എന്നിട്ട് എന്താ കാവേരി, ഞാൻ നിന്നോട് സോറി പറഞ്ഞതല്ലേ, ഞാൻ നിന്റെ വീട്ടുകാരോട് സോറി ഞാൻ പറയണം, ഞാൻ പറയാം, എന്തിനാ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ നീ ഇങ്ങനെയൊക്കെ ചെയ്യണ കാണുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കാവേരി പറയുന്നുണ്ട്, നീ നിന്റെ കാര്യം വെച്ച് പോയെ, എനിക്ക് ഇനി ഇങ്ങനെ ഒരു ഇതിൽ വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയില്ലേ എന്നും പറഞ്ഞ് നമ്മുടെ കാവേരി അവിടെ നിന്നും പോവുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിൽ ജയപാലിന്റെ മകൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ കാണുന്നുണ്ട് ഇത്. അപ്പൊ ഇനി കാവേരി ടൂ വീലർ പോവുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ നിവിൻ, കാവേരി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നിനക്ക് ഐ ലവ് യു കാവേരി എന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയാണ്. അപ്പൊ അതൊക്കെ തന്നെ അവൻ കേൾക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ചേച്ചിയോ എന്നിങ്ങനെ മനസ്സിൽ ചോദിച്ചങ്ങനെ നിൽക്കുകയാണ് ഈ പറഞ്ഞ ജയപാലിന്റെ മകൻ. അങ്ങനെ അതിനുശേഷം നമ്മുടെ മഴയത്ത് വെള്ളത്തിൽ അങ്ങനെ ചാടിത്തുള്ളി കളിക്കുകയാണ്. അപ്പോൾ കുറേ നേരം കളിച്ചതിന് ശേഷം കാവേരി ഓടിച്ചെന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് തലക്കെ തോർത്തി പഠിപ്പിക്കാൻ ഇരുത്താണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾക്ക് പഠിക്കാനുണ്ടായിട്ട് അവൾ മഴയത്ത് തുള്ളിക്കളിച്ച് നടക്കായിരുന്നു എന്ന് പറഞ്ഞങ്ങനെ നിൽക്കണം. അപ്പോൾ ആ സമയത്ത് അമ്മ ശാരദ ചായ കൊണ്ടു കൊടുക്കാണ് രണ്ടുപേർക്ക്. അത് കുടിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന വെച്ചിട്ടുള്ള വാക്കുകളെ കുറിച്ചൊക്കെ നിളയനെ മലയാളം അധികം അറിയാത്തതിനെ കുറിച്ചൊക്കെ അവിടെ സംസാരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഇല്ല വെച്ചിട്ട് എന്താ ഇപ്പം ഒരു ഋഷിക്ക് വേണ്ട ഒരു ഇത് എന്തിനാ ഇപ്പം പഠിക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാലോ എന്നിങ്ങനെ നിള പറയുകയാണ്. ഇംഗ്ലീഷ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല മോളെ, മലയാളം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള വാക്കുകളെ കുറിച്ചൊക്കെ നമ്മുടെ ശാരദാമ്മ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് ഇതൊക്കെ അറിയാലോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയം എത്ര വരെ പഠിച്ചു എന്നൊക്കെ കാവേരി അമ്മയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശാരദ പറയുന്നുണ്ട് അതിന് മറുപടിയൊക്കെ. 9ാം ക്ലാസ് ആയപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം പഠിപ്പ് തുടർന്നില്ല, പിന്നെ ഞാൻ ആ സമയത്തൊക്കെ കവിത എഴുതുമായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു കവിത ചൊല്ലി അമ്മ എഴുതിയതെന്ന് കാവേരി പറയണം. അപ്പൊ അത് പിന്നെ ഇങ്ങനെ മൂക്ക് ഇങ്ങനെ മണപ്പിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അയ്യോ എൻ്റെ പരിപ്പടുപ്പത്ത് കരിയുന്നുണ്ട് എന്നും പറഞ്ഞ് ശാരദ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടി പോവുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന ദാസ്, നിന്റെ തള്ള എന്തേടി പോയിട്ട് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവരെ ഉടനെ തന്നെ എനിക്ക് കാണണം, എനിക്ക് പൈസ കിട്ടണം എന്നൊക്കെ എന്നെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അവിടേക്ക് ഗംഗയും അതുപോലെ നമ്മുടെ വിനീതും കൂടി വണ്ടിയിൽ വരികയാണ്. അപ്പോൾ ഗംഗയെ കാണുമ്പോൾ ഗംഗാൻറ്റി എന്ന് ചെന്ന് പറഞ്ഞിട്ട് വേഗം കെട്ടിപ്പിടിക്കുന്നുണ്ട് അവരുടെ മകള്. അപ്പോൾ ആ സമയത്ത് എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയം എനിക്ക് എത്രയും വേഗം പൈസ കിട്ടണം, അപ്പം പൈസ കിട്ടണമെന്ന് പറഞ്ഞ് എവിടെ ഇരിക്കുന്നത്, അപ്പം നിന്റെ അമ്മ എനിക്കത് തരണം, ഇല്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭീഷണി മുഴക്കുകയാണ് നമ്മുടെ ദാസ്. അപ്പൊ ദാസിന്റെ പ്രവൃത്തി സഹിക്കാൻ പറ്റാതെ, ഞാൻ അന്ന് അഭിനയിച്ചിട്ടാണ് ചെയ്തത്, ഇന്ന് ഇപ്പൊ ശരിക്കും എൻ്റെ നിന്ന് കിട്ടുമെന്നും പറഞ്ഞ് ആ കോളർ ഇട്ടിട്ടുള്ള അവന്റെ കഴുത്തിന് വീണ്ടും പിടിക്കുകയാണ് വിനീത്. അപ്പൊ ആ സമയത്ത് ഗീത ചേച്ചി പറയുകയാണ്, നീ വിട് അവനെ, നീ വിട്, ദാസേട്ടനൊന്നും ചെയ്യല്ലേ, നീ എന്താറിഞ്ഞിട്ടായി ചെയ്യുന്നത്, ദാസേൻ്റെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല, ദാസേൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖമാണ്, ആദ്യം നടുവേദനയാണെന്നാണ് വിചാരിച്ചത്, അങ്ങനെ ആശുപത്രിയിൽ അസുഖം വേറെയാണ്, നാളെ തന്നെ ഉടനെ ഒരു ഓപ്പറേഷൻ വേണം, 3-3.5 ലക്ഷം രൂപ വേണം, അതിന് വേണ്ടിയിട്ടാണ് ദാസേട്ടനെ ഓടി നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനല്ല എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുന്ന ഗംഗയ്ക്കും വിനീതിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അപ്പം ദാസ് പറയാണ്, നീയും മോള് ഇവിടെ നിൽക്കും, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എത്ര അവഗണന കിട്ടിയാലും കാശ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതില്ലല്ലോ, ഞാൻ എന്തായാലും വേറെ എവിടെയെങ്കിലും പോയിട്ട് വരാം ഗീതേ, ആരെങ്കിലോടും ചോദിക്കട്ടെ, നീ ഇവിടെ നിൽക്കും, നിന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നതല്ലേട്ടെ, നിന്നെ കുഞ്ഞിനെയും ഞാൻ ഉടനെ തന്നെ വരും, പൈസ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി ദാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അത് കാണുന്ന വിനീതിന് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.